അയ്യപ്പൻകോവിൽ മോനായിക്കടയിൽ അശാസ്ത്രീയമായ ഓട നിർമ്മാണം മൂലം വീടുകളിലേക്ക് വെള്ളം കയറുന്നതായി പരാതി. വിഷയം സംബന്ധിച്ച് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അയ്യപ്പൻകോവിൽ മോനായിക്കട സ്വദേശിയായ കുടൂരിൽ ലിസി തോമസിന്റെ വീട്ടിലേക്കാണ് അശാസ്ത്രീയമായ ഓട നിർമ്മാണം മൂലം വെള്ളം എത്തുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഓട നിർമ്മിച്ചത്. എന്നാൽ അശാസ്ത്രീയമായ ഓട നിർമ്മാണം മൂലം മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെടുന്നത്. ഈ വെള്ളം കവിഞ്ഞൊഴുകിയിട്ട് വീടിനകത്തേക്ക് വരികയും കാനയിലെ വെള്ളം താന്നിട്ട് വീടിനകത്ത് വെള്ളം പനിച്ചു പൊങ്ങിയിട്ട് ഭിത്തിയിലും വെള്ളം പനിച്ചു പൊങ്ങി കയറിയുണ്ട്. പിന്നെ കറണ്ടിൻ്റെ നമുക്കൊരു ഭീഷണിയുണ്ട്, എർത്ത് വരുമോ എന്നുള്ളത്. ഭിത്തി വഴി നനഞ്ഞ് കയറിയിട്ട് സ്വിച്ച് ബോർഡ് ഇരിക്കുന്ന ആ ഭാഗത്താണ്. അപ്പോൾ അങ്ങനെ ഈ കവിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അവിടെ വെള്ളം ഒഴുകി പോകുന്നില്ല. ഇപ്പോൾ ഒത്തിരി പരാതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇതുവരെ അതിനൊരു തീരുമാനമാണ്. ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു 3-4 വർഷമെങ്കിലും ആയിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ഇവിടെ കെട്ടി നിൽക്കുന്ന ഒരു മഴ വരുമ്പോൾ വെള്ളം കെട്ടി നിൽക്കും. വലിയ മഴ പോകുന്നില്ല. അവിടെ ഒരു കുഴൽ വെച്ചിട്ടുണ്ട്, അത് താക്കാത്തത് കൊണ്ട് വെള്ളം പോകുന്നില്ല. ഇതിലെ പരാതി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൽ ഒത്തിരി പ്രാവശ്യം പരാതി കൊടുത്തതാണ്. ഈയിടെയും പരാതി കൊടുത്തതാണ്. അപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പോകുന്നല്ല, തീരുമാനങ്ങളൊന്നും ഇതിലെ ഒഴിവ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലെ ഇറങ്ങി പോകത്തില്ല. പായൽ പിടിച്ചിട്ട് പിന്നെ വീടിൻ്റെ അകത്തും വെള്ളം നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കമ്പിളിയൊക്കെ വിരിച്ചിടുകയായി. വെള്ളം നിൽക്കുന്ന നമുക്ക് കാലയിൽ മൊത്തം പിടിക്കുക. ഇത് ഈ കാനയുടെ കാര്യത്തിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരണമെന്നാണ്, പിന്നെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. ഓടയിലൂടെ വെള്ളം കൃത്യമായി ഒഴുകിപ്പോകാത്തതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്നാണ് പരാതി. വിഷയം സംബന്ധിച്ച് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് ആരോപണം.